എന്തായാലും ഇപ്പം നാളെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്തായാലും പറയേണ്ടി വരും. അത് പറയണമെന്ന് ഉറപ്പിച്ചിട്ട് പോകണമെന്ന് പോകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പറയാം. ഭഗവാന്റെ നാമല്ലേ, ഒന്നുകൂടെ പറയും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ശരിയായിട്ടില്ല, നാളെ ശരിയാവും. ഞാൻ ശരിയാക്കും. നാളെ നമ്മൾ ക്ഷേത്രം തന്ത്രി മാധവൻ നമ്പൂതിരി, മേൽശാന്തി, പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും പേര് ഞാൻ പറയുന്നില്ല. ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ട് ഈ ക്ഷേത്രത്തിനെ ഏറ്റവും ഇത്രയും ഒരു ഉന്നതിയിൽ എത്തിച്ചിട്ടുള്ള ഈ നാട്ടുകാർ എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള പ്രണാമം. ഞാനല്ല ആചാര്യ സ്ഥാനത്തിരിക്കേണ്ട ആള് രജനി ചേച്ചിയാണ്. അവര് കോട്ടയ്ക്കലാണ് സ്ഥലം, മലപ്പുറമാണ്. ഞാനും മലപ്പുറം തന്നെയാണ്. അപ്പൊ അവർക്ക് കാണാമ്പുഴ ആ ഭാഗത്ത് എവിടെയാ തോന്നുന്നു ഒരു സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്കാണ് അതിന് സമാപനം. അപ്പൊ അവിടെ നിന്ന് അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. നാളെ എന്തായാലും വൈകുന്നേരം വരും. മറ്റന്നാൾ രാവിലെ മുതൽ അവരുണ്ടാവും. ഞാൻ നാളത്തെ ഒരു ദിവസം ഭഗവാന്റെ കഥകൾ പറയാൻ വേണ്ടി എന്നോട് വരാൻ പറഞ്ഞു. അപ്പൊ സന്തോഷമായിട്ട് ഞാൻ ആര് വിളിച്ചാലും പോകും. ഭഗവാന്റെ കഥ പറയാന്ന് പറഞ്ഞാൽ എത്ര വിശേഷമാണ്. മറ്റുള്ള കാര്യത്തിനാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകുന്നില്ല. എന്തായാലും ആ ചേച്ചിക്ക് ആദ്യം ഒരു നന്ദി പറയണം. അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കണം. അവരുടെ കൂടെ വരാനുള്ള എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിച്ചു. ഇവിടെ ശ്രീലകത്ത് കൂടി കൊള്ളുന്ന ജഗദംബികയായിട്ടുള്ള ദുർഗാ ഭഗവതി, ബാലഭദ്രകാളിയായിട്ടുള്ള അമ്മ, ഇപ്പുറത്തുള്ള ഉപദേവൻ, അദ്ദേഹത്തിനൊക്കെ നമസ്കരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരെയും എല്ലാ കമ്മിറ്റിക്കാരുടെ മാതൃസമിതി എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭാഗവത മഹാത്മ്യത്തിലേക്ക് കടക്കാം. 8 മണി വരെയാണ് ലിമിറ്റേഷൻ പറഞ്ഞിട്ടുള്ളത് സമയം. ഇന്ന് 6 മണിക്ക് തുടങ്ങിയതുകൊണ്ട് 8 മണി വരെ ആവാം എന്നാണ് പറഞ്ഞത്. നാളെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ട് സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പ്രഭാതത്തിൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. 6 മണിയോട് കൂടിയിട്ട് യജ്ഞം നിങ്ങൾ 6 മണിക്ക് വരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ 6 മണിക്ക് സഹസ്രനാമം ഭഗവാന്റെ 2 കീർത്തനങ്ങളൊക്കെ പാടിയിട്ട് നമുക്ക് പിന്നീട് നെയ്വിളക്ക് എടുത്ത് നാമദീപ പ്രദക്ഷിണം ചെയ്യാം. പിന്നീട് സമൂഹാർച്ചന, ഭാഗവത പാരായണം ഒരു 8 മണി വരെ പാരായണം. 8 മണി മുതൽ 8:30 വരെ ആ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാൻ പ്രഭാഷണം. പിന്നെ വീണ്ടും പാരായണം. പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും പാരായണം. ഒരു 10:30 വരെ പാരായണം ഉണ്ടാവും. പിന്നെ ഒരു അരമണിക്കൂർ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാം. പിന്നെ കുറച്ചു നേരം പ്രഭാഷണം ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഓരോ ദിവസം അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഒരു ടൈം ടേബിൾ ക്രമം വേണം എല്ലാ കാര്യത്തിനും.